പി ജെ വിൻസെന്റ് ഒരിക്കൽ കൂടി നമ്മൾ ശ്രീ പി ജെ വിൻസെന്റ് പറഞ്ഞ് അവസാനിപ്പിച്ചു തുടങ്ങാം. ഈ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഒരു സന്ദേശം നൊബേൽ കമ്മിറ്റി ഇവിടെ നൽകുന്നു ഈ പുരസ്കാര വിതരണത്തിലൂടെ. തീർച്ചയായിട്ടും അതെ. ഈ ഇലക്ടഡ് ഓട്ടോക്രസികൾ 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ 2 ദശകങ്ങളിലും ലോകത്തിൽ വ്യാപകമായി എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ലാറ്റിൻ അമേരിക്കയിൽ പിങ്ക് വിപ്ലവം ഒരു അത്യുജ്വലമായ ജനാധിപത്യ മുന്നേറ്റമായിരുന്നു. അതിന് തുടക്കം കുറിച്ചത് വെനിസ്വേലയിലെ ക്യൂബോ ഷാവേസ് ആണ്. എന്നാൽ ഷാവേസിന് ശേഷം നിക്കോളാസ് മദുറോ അധികാരത്തിൽ വന്നു. അദ്ദേഹം ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ആ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിതമായ തെരഞ്ഞെടുപ്പുകളാണ്, ഭരണകൂടം പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ട് നടന്നതാണ് എന്നുള്ള ഒരു വിമർശനമാണ് ലോകത്തെമ്പാടും ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് അമേരിക്കയായിരുന്നു അതിന്റെ മുൻനിരയിൽ. എന്നാൽ മദുറയും അദ്ദേഹത്തിന്റെ കക്ഷികളും ന്യായമായ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് വാദിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും വെനിസ്വേലയിൽ നിക്കോളാസ് മദുറോയുടെ ഭരണകൂടം ജനാധിപത്യപരമല്ല എന്ന് വാദിച്ചുകൊണ്ടാണ് മച്ചാഡോയെ പോലുള്ള ആളുകൾ അവിടെ ശക്തമായ പ്രവർത്തനം ആരംഭിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രിവിലേജ്ഡ് പാർട്ടിയിൽ നിന്നും ഉയർന്നു വന്ന ഒരു സ്ത്രീയല്ല അവർ. തികച്ചും സാധാരണക്കാരിയായ സ്ത്രീ അവരുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ ജനാധിപത്യ വിരുദ്ധതയും അവരഭിമുഖീകരിക്കാൻ തയ്യാറായി. സംഘടിതമായ ഒരു പാർട്ടിയോ ഒരു വലിയ സമൂഹം അദ്ദേഹത്തിന് പിന്നിലില്ല. എന്നിട്ടും അവിടെയുള്ള പ്രതിപക്ഷ സംഘങ്ങളെയും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, യുവതികൾ, സ്ത്രീകൾ തുടങ്ങിയ വിഭാഗങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വെനിസ്വേലിയൻ സമൂഹത്തെ ജനാധിപത്യപരമായി മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയിട്ടും മദുറ സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായിട്ടും അവർ പോരാട്ടം നടത്തുകയാണ്. അതുകൊണ്ട് ഭരണകൂടം ഒരു വേട്ടയാടുന്നു എന്നുള്ളതാണ് ഒരു സുപ്രധാനമായ കാര്യം. ഈ സമ്മാനം പ്രഖ്യാപിക്കുന്ന സമയത്തും അവരെ ജീവന ഭീഷണി ഉണ്ടെന്നതിന് ഒളിവിലാണ് എന്നാണ് കരുതുന്നത്. പക്ഷേ അമേരിക്കയുടെ പിന്തുണ, നിക്കോളാസ് മദുറോയുടെ ജീവനെ വിലയിട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ അമേരിക്ക ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം അത്തരം ഒരു സാഹചര്യമുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായി ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന ഒരു നേതാവാണ് മദുറോ. അതേസമയം ആഭ്യന്തര രംഗത്ത് അദ്ദേഹം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഉയർന്നു വരുന്ന വിമർശനം. ഇത് രണ്ടും ഒരു വലിയ പ്രതിസന്ധിയാണ്. ലോകത്തിലെ ജനാധിപത്യ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെതിരെയും അമേരിക്കൻ സാമ്രാജ്യത്വം ലാറ്റിൻ അമേരിക്കയിലും ഉയർത്തുന്ന അട്ടിമറികൾക്കെതിരെ പിടിച്ചു നിൽക്കുന്ന ശക്തനായ ഒരു നേതാവാണ്. അതേസമയം ആഭ്യന്തര രംഗത്ത് രാഷ്ട്രീയത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിലും ഒരു ജനാധിപത്യ ഭരണകൂടം എല്ലാവരിലേക്കും എത്തുന്ന തൃണമൂല തലത്തിലേക്ക് വ്യാപിക്കുന്ന ഒരു ഭരണകൂടം ഇത് മാറുന്നില്ല എന്നുള്ള വിമർശനമായ മച്ചാഡോയെ പോലുള്ളവർ നിരന്തരമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തികച്ചും സാധാരണമായ ചുറ്റുപാടിൽ നിന്ന് വളർന്നു വന്ന് ബഹുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ സംഘടനയുടെ പിന്തുണയില്ലാതെ സ്ത്രീകളും അതുപോലെ സർവകലാശാല വിദ്യാർത്ഥികൾ തുടങ്ങിയിട്ടുള്ള ചെറു വിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് നിരന്തരമായി സമരം ചെയ്യുകയും വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഈ നൊബേൽ പ്രൈസ് തികച്ചും ഉചിതമാണ്. അത് മറ്റൊരു അർത്ഥത്തിൽ കൂടി പ്രസക്തമാകുന്നത് ട്രംപിന് കിട്ടിയില്ല എന്നതുകൂടി അതിനെ കൂടുതൽ പ്രസക്തമാക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.